ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിൽ ഇന്ന് ഞാൻ പാരായണം ചെയ്തൊരു ഭാഗം എൻ്റെ പ്രിയമുള്ള എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുവാൻ വേണ്ടി ഭഗവാൻ എന്നോട് പറയുന്നത് പോലെ തോന്നി. ദശമസ്കന്ധത്തിൽ വിപ്രപത്നി അനുഗ്രഹ ലീലയാണ് ഭഗവാൻ ചെയ്ത ഒരു മനോഹരമായ ലീല. വിപ്രപത്നി അനുഗ്രഹ ലീല. ബ്രാഹ്മണന്മാരുടെ പത്നിമാർ ഭഗവാനോട് കാണിച്ച ആ ഭക്തിക്ക് അവർക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം, അതാണ് നമ്മൾ ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തിൽ പറയുന്ന ചില വരികൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. മൂലം നനക്കിലോ വൃക്ഷമെല്ലാം തെളിഞ്ഞാലേ ഫലം വേണ്ടതൊക്കെ സിദ്ധമാം. കർമ്മധർമാദികൾ മൂലമറിയാതെ ജന്മങ്ങൾ ഏറെനാൾ ചെയ്യിലും നിഷ്ഫലം. മൂലം നനക്കിലോ വൃക്ഷമെല്ലാം തെളിഞ്ഞാലോ ഫലം വേണ്ടതൊക്കവേ സിദ്ധമാം. കർമ്മധർമാദികൾ മൂലമറിയാതെ ജന്മങ്ങൾ ഏറെനാൾ ചെയ്യിലും നിഷ്ഫലം. ഇതാണ് 4 വരികൾ. ഈ വിപ്രപത്നി അനുഗ്രഹ ലീലയിലെ അവസാന ഭാഗത്തിലെ 4 വരികളാണത്. മൂലം നനയ്ക്കിൽ, അതായത് ഒരു വൃക്ഷത്തിൻ്റെ മൂലം നനച്ചാൽ, മൂലം എന്താണ്? അതിൻ്റെ വേര്. അവിടെ വേരിലല്ലേ നനയ്ക്കേണ്ടത്. മൂലം നനച്ചാൽ വൃക്ഷമെല്ലാം തെളിഞ്ഞ് അതിൽ വേണ്ട ഫലം തെളിഞ്ഞാലോ, വൃക്ഷം തെളിയണമെങ്കിൽ അതിൻ്റെ മൂലം നനയ്ക്കണം, അതിൻ്റെ വേരിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ വേണ്ടതൊക്കെ സിദ്ധമാം. കർമ്മധർമാദികൾ മൂലമറിയാതെ ചെയ്താൽ അവർക്ക് എന്ത് കിട്ടാനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു വൃക്ഷത്തിന്റെ കടക്കൽ അതിന്റെ മൂലത്തിൽ, അതിന്റെ വേരിൽ വെള്ളം ഒഴിച്ചാൽ മാത്രമേ വൃക്ഷമെല്ലാം തെളിഞ്ഞ് വേണ്ടതെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ മൂലത്തെക്കുറിച്ച് അറിയാതെ, ധർമ്മങ്ങളും കർമ്മങ്ങളും മൂലമറിയാതെ ഏറെ ജന്മങ്ങൾ നമ്മൾ ഭഗവത് സേവ കർമ്മധർമാദികൾ ചെയ്യുക, പക്ഷെ അതിന്റെ മൂലം എന്തുവെന്നറിയുന്നില്ല. അങ്ങനെ ചെയ്താലും നമ്മുടെയൊക്കെ ചെയ്തികളെല്ലാം വെറും നിഷ്ഫലമാണെന്നാണ് ശ്രീ വേദവ്യാസ മഹാമുനി നമ്മളോട് ഉപദേശിച്ചു തരുന്നത്. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലമാണ്. ഈ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമായിട്ട്, ഒരു മഹാ ആൽമരമായിട്ടാണല്ലോ സങ്കല്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂലവേതാണ് ഭഗവാൻ ശ്രീ നാരായണൻ. ആ നാരായണൻ്റെ മൂലതത്വം അറിയാതെ ഈ പ്രപഞ്ചമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ മൂലം ഭഗവാനാണെന്നറിയാതെ നാം ഏതെല്ലാം കർമ്മങ്ങൾ ജന്മജന്മാന്തരങ്ങൾ ഭഗവത് സേവയാണെന്നും പറഞ്ഞ് എന്തെല്ലാം ചെയ്തു നടന്നാലും ആ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാണെന്നാണ് ഈ വിപ്രപത്നി അനുഗ്രഹ ലീലയിലൂടെ ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതെന്താണെന്ന് ഇച്ചിരി വിശദമാക്കാം. അപ്പോൾ ഭഗവാനാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ മൂലാധാരം. അപ്പോൾ ആ മൂലാധാരമായ ഭഗവാന്റെ കടക്കൽ, അതായത് ആ മൂലത്തിൽ നമ്മൾ വെള്ളം തളിച്ചാൽ, എന്ന് വെച്ചാൽ ഭഗവാനെ നമ്മൾ ആരാധിച്ചാൽ ആ വൃക്ഷത്തിൽ എല്ലാം തെളിഞ്ഞ് എല്ലാ ഫലങ്ങളും തെളിഞ്ഞു വരുമെന്ന്. വൃക്ഷത്തിന്റെ വേരിൽ വെള്ളം ഒഴിച്ചാൽ വൃക്ഷം നന്നായി തെളിഞ്ഞ് വേണ്ട ഫലങ്ങളെല്ലാം നമുക്ക് തരും എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ആണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരമെന്ന പരമസത്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ പിന്നീട് ആ ഭഗവാനാണ് ഒരു വൃക്ഷത്തിലെ ഫലങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഫലങ്ങളെല്ലാം തെളിഞ്ഞ് നമുക്ക് വേണമെന്ന് തരുന്നത്. ആ ഭഗവാനെ അറിഞ്ഞ്, ഇത് ഭഗവാനാണ് ഈ പ്രപഞ്ചകാരകൻ, പ്രപഞ്ചനാഥൻ, ഇവിടെ ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആ മൂലതത്വം, ആ പ്രപഞ്ചതത്വം മനസ്സിലാക്കുന്നവരാരോ അവരാണ് ആ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വേണ്ട ഫലം കൈക്കൊണ്ട് അത് സിദ്ധിച്ച് അതിന്റെ പുണ്യവും കൊണ്ട് ഇവിടുന്ന് കടന്നു പോകുന്നത്. അതറിയാതെ എത്രയോ കർമ്മങ്ങൾ ചെയ്താലും, അതും ജന്മജന്മാന്തരങ്ങളിൽ കർമ്മം ചെയ്താലും ആ കർമ്മം നിഷ്ഫലമാണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമാക്കുന്നതാണ് ആ വിപ്രപത്നി അനുഗ്രഹ ലീല. വിപ്രന്മാർ, ബ്രാഹ്മണന്മാർ കുറെ പേർ മഹാസത്രം, യാഗങ്ങളൊക്കെ വേദവിധി പ്രകാരം ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ യാഗകർമ്മങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് അതിന് കുറച്ച് അകലെയായിട്ട് നമ്മുടെ ബലരാമനും ശ്രീകൃഷ്ണ പരമാത്മാവും
ഗോപാലകന്മാരും പൈക്കളെ മേയ്ക്കുവാൻ വേണ്ടി ആ വനത്തിന്റെ സമീപത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ പറയുന്നു, ഭഗവാനെ കണ്ണാ, ഞങ്ങൾക്ക് വയ്യ കണ്ണാ, വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ് എന്ന് പറയുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ്, ഇവർ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞു, കുട്ടികൾക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ കണ്ണൻ പറയും, ഇവിടെ അടുത്ത് കുറച്ച് ബ്രാഹ്മണന്മാരുടെ ഒരു യാഗസത്രം നടക്കുന്നുണ്ട്, അവിടെ പോകൂ, എന്നിട്ട് അവരോട് പറയൂ, ബലരാമനും ശ്രീകൃഷ്ണനും ഗോപാലന്മാരുമായി ഇവിടെ ഗോക്കളെ മേയ്ക്കാൻ വന്നിട്ടുണ്ട്, അപ്പോൾ അവരെന്താണ് പറയുന്നതെന്ന് എന്നോട് വന്ന് പറയുക, അവരോട് എന്നിട്ട് ഭക്ഷണം ചോദിക്കണം, ഞങ്ങൾക്ക് വിശക്കുന്നു, അതുകൊണ്ട് കുറച്ച് ഭക്ഷണം തരുവാൻ കൃഷ്ണൻ പറഞ്ഞു വിട്ടു എന്ന് പറയുക, അവരെന്താണ് പറയുന്നതെന്നും എന്നോട് വന്ന് പറയണം എന്ന് പറഞ്ഞ് കണ്ണൻ അവരെ പറഞ്ഞു വിടുകയാണ്. കുട്ടികൾക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. നല്ല സദ്യയൊക്കെ കഴിക്കാമല്ലോ, വിശന്നിരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് കുട്ടികൾ എന്ത് ചെയ്തു, ഓടിപ്പോയി അവിടെ. അപ്പോൾ ഇങ്ങനെ ആ ബ്രാഹ്മണരോട്, ആ യജ്ഞശാലയിൽ നിന്ന് ബ്രാഹ്മണരോട് പറഞ്ഞു, ശ്രീകൃഷ്ണനും ബലരാമനും ഒത്തിരി ഗോപാലകന്മാരും ഗോക്കളൊക്കെ ആയിട്ട് അടുത്തുള്ള വനത്തിൽ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്, അതിന് കണ്ണനും വിശക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ആഹാരം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ അവരതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ഗോപാലനോ, പശുക്കളെ മേയ്ക്കുന്നവർക്ക് ഇവിടെ എന്ത് കാര്യം, ഇവിടെ ഭഗവാനെ ആരാധിക്കുന്ന വലിയ കർമ്മം നടക്കുന്നു, ഈ ഗോപാല കുട്ടികൾക്ക് ഒന്നും ആഹാരം കൊടുക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ള മാതിരി ശ്രദ്ധിക്കാതെ നടന്നു. അപ്പോൾ അത് തന്നെ അവരൊന്നും ശ്രദ്ധിക്കാതെ നടക്കുക, ഇവർക്ക് ആഹാരം കൊടുക്കാത്തയും കാര്യം എന്ത് ചെയ്യുന്നു, കണ്ണനോട് വന്ന് പറഞ്ഞു. കണ്ണൻ ചോദിച്ചു, ആഹാരം കിട്ടിയോ? ഇല്ല, ഞങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങളെ ആരും മൈൻഡ് ചെയ്തില്ല കണ്ണാ എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ, എന്നെ സദാ മനസ്സിൽ ഓർത്തിരിക്കുന്ന അവിടെ വേറെ കുറച്ച് പേരുണ്ട്, അവരോട് ചെന്നൊന്ന് പറയൂ. അതാരാണ്? അത് ആ ബ്രാഹ്മണന്മാരുടെ ഭാര്യമാര്. നോക്കൂ, കണ്ണൻ അവരെ കണ്ടിട്ട് പോലും ഇല്ല, കണ്ണനെ അവരും കണ്ടിട്ടില്ല. പക്ഷെ കണ്ണൻ അറിയാം, കണ്ണനെ ആരാണ് മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ആര്, കണ്ണനെ ആഹാരം കൊടുക്കണമെന്ന് നിവേദ്യം സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആര്, കണ്ണനെ പൂജിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആര്, ഒരു നേരമെങ്കിലും കണ്ണന്റെ ഒരു വാക്കെങ്കിലും കേട്ട് ജീവിത സാഫല്യം, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ, ആ രൂപം ഒന്ന് കാണാൻ, ആ ഭഗവാന്റെ പത്മപാദങ്ങൾ ഒന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നവരാരുണ്ട് എന്ന് ഭഗവാന് കൃത്യമായിട്ടറിയാം. നമ്മൾ ഭഗവാനെ കാണണ്ട, നമ്മൾ ഭഗവാനെ അറിയേണ്ട, പക്ഷേ ഭഗവാനാണ് നമ്മളെ അറിയേണ്ടത്. ഭഗവാൻ നമ്മളെ അറിയാത്തിടത്തോളം കാലം നമ്മൾ ഭഗവത് സേവയിൽ ഏർപ്പെട്ട് ഭക്തരായി നടിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് സാരം. എവിടെയോ ഇരുന്ന ആ ബ്രാഹ്മണ സ്ത്രീകളെ ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ ആ കുട്ടികളോട് പറയും, ചെല്ലൂ, അവരോട് ചെന്ന് പറയൂ, എന്നിട്ട് അവരെന്ത് പറയുന്നു എന്ന് എന്നോട് വന്ന് പറയൂ. അങ്ങനെ വീണ്ടും ഈ വിശന്നു നിന്ന കുട്ടികൾ വീണ്ടും അവിടെ എത്തി. ആ ബ്രാഹ്മണ സ്ത്രീകൾ അവരോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവും ബലരാമസ്വാമിയും ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ വിശന്നിരിക്കുകയാണ്, ഭഗവാൻ കുറച്ച് ആഹാരം ആവശ്യപ്പെട്ടു. ഭഗവാൻ ഒന്നൊന്നും അല്ല, കണ്ണൻ എന്നായിരിക്കും അവർ പറഞ്ഞത്. കുട്ടികൾക്ക് ഭഗവാനാണെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ. ഭഗവാൻ ചെയ്യുന്ന അത്ഭുത ലീലകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഭഗവാൻ വലിയ ആളാണ്, ഭഗവാൻ തന്നെയാണ്, ലോകനാഥനാണെന്ന് കുട്ടികൾക്കറിയാം. എന്നാലും അവരങ്ങനെ ആയിരിക്കില്ലല്ലോ സംസാരിച്ചത്, അവരുടെ കൂട്ടുകാരനല്ലേ. അപ്പോൾ അത് കേട്ടത് തന്നെ വിപ്രപത്നികൾ എന്തു ചെയ്തു, ബ്രാഹ്മണ സ്ത്രീകൾ ആഹാരങ്ങളെല്ലാം പാത്രങ്ങളിൽ എടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ, കാലങ്ങളായിട്ട് ഞങ്ങൾ കാണാനിരുന്ന ആള് ഞങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, ഭഗവാനാണ് ജനിച്ച് ഈ കണ്ണനായിട്ട് വന്ന് ഈ ലോകത്തിൽ ഇത്രയും വിസ്മയകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നീ വിപ്രപത്നിമാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബ്രാഹ്മണന്മാരുടെ ഭാര്യമാര്, അവർക്കറിയാം ലോകനാഥനായ ഭഗവാൻ, ഈ വിശ്വരൂപനായ ഭഗവാനാണ് ഈ മനുഷ്യക്കുട്ടിയുടെ രൂപത്തിൽ ജനിച്ചിരിക്കുന്നത്. വൃന്ദാവനത്തിൽ ഇങ്ങനെ ജനിച്ച് ഇങ്ങനെ ഓരോ ലീലകളാടി ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. അത് ഭഗവാൻ, സാക്ഷാൽ ഭഗവാനാണെന്ന് ആർക്ക് മനസ്സിലായി? ഭഗവാനെ അറിയുന്നവർക്ക്. ഭഗവാനെ അറിയാത്തവരെന്ത് മനസ്സിലാക്കി? അതൊരു സാധാരണ നന്ദഗോപരുടെയും യശോദാമ്മയുടെയും യദുവംശ നായകന്റെ ഒരു മകൻ. അല്ലാതുള്ളവരെന്ത് മനസ്സിലാക്കി? ഇവനൊരു എന്നെ കൊല്ലാനിരിക്കുന്ന ശത്രു എന്ന് കംസൻ മനസ്സിലാക്കി. സാധാരണക്കാരെന്ത് മനസ്സിലാക്കി? അതൊരു അത്ഭുതമൊക്കെ ചെയ്യുന്ന ഏതോ ഒരു ഭൂതമൊക്കെ ബാധിച്ചൊരു കുട്ടി. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കണ്ടത്. കാരണം അവനവന്റെ മനസ്സിനനുസരിച്ചാണ് ഓരോരുത്തരും ഭഗവാനെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും പറയാറുള്ള ഭക്തിയുടെ മനസ്സിന്റെ നില
പല തരത്തിലുണ്ട്, പല തലത്തിലും ഉണ്ട്. ആ ഓരോ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭഗവാനെ എത്രയും മനസ്സിലാവുകയുള്ളൂ. ആ തലങ്ങളൊക്കെ നമ്മൾ നാമജപത്തിലൂടെ ഉയർന്നുയർന്ന് പോകുമ്പോഴാണ് ശരിക്കും ഭഗവാനെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ ബ്രാഹ്മണർ ഭഗവാനെ തിരിച്ചറിയുന്നില്ല. അതൊരു ഗോപാല കുട്ടിയായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരന്വേഷിക്കുകയാണ്. അവർ വേദമുറകളിലൂടെ, യാഗങ്ങളിലൂടെ, യജ്ഞങ്ങളിലൂടെയൊക്കെ അവർ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. പക്ഷെ ഭഗവാൻ ആരാണെന്നോ അല്ലെ ഭഗവാൻ എന്താണെന്നോ തിരിച്ചറിയാതെ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു. അതാണ് വേദകർമ്മങ്ങളുടെ ഒരു ഫലം. അത് ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി കുറച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വേദകർമ്മങ്ങൾ. അത് നമ്മൾ ഈ ചെയ്യുന്ന ഭക്തി കർമ്മങ്ങളൊക്കെ, പൂജയും പ്രാർത്ഥനയും നാമജപങ്ങളും ഓരോ യജ്ഞങ്ങളും യാഗങ്ങളും എല്ലാം. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാനെ അറിയുക എന്നുള്ളത് ഇതൊന്നും അല്ല. ഈ കർമ്മങ്ങളിലൂടെയൊക്കെ ഭഗവാനെ കണ്ടെത്താനുള്ള വഴികളാണ്. ആ വഴിയിലെങ്ങും ഭഗവാനെ കാണുന്നില്ല. അതൊന്നും നമുക്ക് ഭഗവാനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളല്ലെങ്കിൽ പിന്നെ ഈ കർമ്മങ്ങളൊക്കെ വെറും വ്യഥ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മൂലമറിയാതെ, ഒരു വൃക്ഷത്തിന്റെ മൂലം എവിടാന്ന് കണ്ടുപിടിക്കാതെ, അതിലേക്ക് അവിടെ വെള്ളം തളിക്കാതെ, അവിടെ വെള്ളം ഒഴിക്കാതെ ഇരുന്നാൽ ആ വൃക്ഷത്തിൽ വല്ല ഫലങ്ങളും ഉണ്ടാകുമോ? അപ്പോൾ പ്രപഞ്ചത്തിന്റെ മൂലം ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ആ ഒരു തിരിച്ചറിവ്, കർമ്മങ്ങളൊന്നും വേണ്ട. അവിടെ ആ തിരിച്ചറിവ് ഉണ്ടായാൽ മതി. ഉണ്ടായാൽ പിന്നെ ഭഗവാനാകുന്ന വൃക്ഷം പൂത്ത് തളിർത്ത് അവനവന്റെ ജീവിതത്തിൽ ആവശ്യത്തിനുള്ള എന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് തന്നെ ആ സൽഗതി നമുക്ക് ഉണ്ടാവുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ, വേദകർമ്മങ്ങളും അനുഷ്ഠിക്കാതെ, ഈ പ്രമാണികളല്ലാതിരിക്കുന്ന ആ പ്രമാണിമാരുടെ ഭാര്യമാരാകട്ടെ, അവർ അകത്തളങ്ങളിൽ, സ്ത്രീകളെന്ന് വെച്ചാൽ അശുദ്ധർ എന്നാണ് പറയുന്നത്. കാരണം അവര് ഓരോ മാസവും അവർക്ക് വരുന്ന ശാരീരികമായ വ്യതിയാനങ്ങളൊക്കെ കൊണ്ടാണ് അവർക്ക് അശുദ്ധി വരുന്നത്. പക്ഷേ ആ അശുദ്ധരായിട്ടുള്ള സ്ത്രീകൾ, ഇവിടെ അശുദ്ധർ എന്നൊരു വാക്കിതിൽ ഉപയോഗിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. അല്ല, സ്ത്രീകളെല്ലാവരും അശുദ്ധരാണെന്നല്ല. അവരുടെ മനസ്സ്, ഈ ബ്രാഹ്മണരെ വെച്ച് നോക്കുമ്പോൾ ഈ ശാരീരിക അശുദ്ധിയുള്ള സ്ത്രീകളുടെ മനസ്സിലാണ് ഭഗവാൻ ശരിയായിട്ട് ആരാണെന്ന് തെളിഞ്ഞു കൊടുത്തത്, തെളിയിച്ച് കാണിച്ചത് ഭഗവാൻ. അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ മൂലം ആരാണെന്ന് അറിയാമായിരുന്നു. അതുതന്നെയാണ് ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം ആ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലീലയാടുന്ന ഭഗവാൻ എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. അതുകൊണ്ടാണ് ഭഗവാൻ ദാ ഇവിടെ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് വിശക്കുന്നു, ഞങ്ങൾ ഭഗവാൻ പറഞ്ഞത് കാരണം വന്നതാണെന്ന് കേട്ടപ്പോൾ അവർ, ഈ ബ്രാഹ്മണർ, അവരുടെ മക്കൾ, ഇവരെല്ലാവരും ഇവരെ എതിർത്തു. എവിടെ പോകുന്നു? ഗോപാല ചെറുക്കന്മാർക്കൊക്കെ ആഹാരം കൊണ്ടുപോകുന്നു, എന്നിട്ട് ഇവിടെ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ എതിർപ്പ് വകവയ്ക്കാതെ, ഞങ്ങൾക്ക് ഇതൊന്നും അല്ല, മക്കളും ഭർത്താവും കുടുംബവും ഇവരിവിടെ നടത്തുന്ന യാഗങ്ങളും ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ എത്രയോ കാലം കൊണ്ട് കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു ആ വൃന്ദാവന കണ്ണനെ, ആ ഗോപാലക്കുട്ടിയെ. അവൻ ഈ ലോകനാഥനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ഭഗവാൻ ഇത്രയും അരികിൽ വന്നിട്ട് ഞങ്ങളെ വിളിക്കുകയാണ്, എനിക്ക് ആഹാരം വേണം, വിശക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഈ നിങ്ങൾ പറയുന്നതും കേട്ടുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും? ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതിനേക്കാളെല്ലാം വലുത് ഞങ്ങളുടെ ഭഗവാനാണ്, കണ്ണനാണ് എന്ന് പറഞ്ഞ് അവർ ആഹാരമൊക്കെ എടുത്ത് കൊട്ടയിലും വട്ടിയിലൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കണ്ണനെ കാണാൻ. കണ്ണൻ വിളിച്ചതായിട്ടാണ് അവർ കണ്ണൻ വിളിച്ചു വരുത്തുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടി. ഭഗവാൻ വിളിച്ചു വരുത്തുകയാണ് അവരെ. അപ്പോൾ ഭഗവാൻ വിളിച്ചവർക്ക് മാത്രമേ ഭഗവാൻ ദർശനമരുളുകയുള്ളൂ, അനുഗ്രഹം പ്രാപ്യമാക്കുകയുള്ളൂ. അല്ലാതെ അവരുടെ ഭർത്താക്കന്മാരോ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടുള്ള അറിയുവാനുള്ള യാഗകർമ്മങ്ങളൊക്കെ യഥാവിധി ചെയ്യുകയാണ്. വേദങ്ങളിലെ ആ ഒരു ക്രമം തെറ്റാതെ. പക്ഷെ അവരറിയുന്നുണ്ടോ ഇതാണ് ഭഗവാൻ എന്ന്? അല്ലെ ഭഗവാൻ എവിടെയാണെന്നോ വല്ല അറിവുണ്ടോ? അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്. പക്ഷെ ആ കർമ്മങ്ങളിൽ എവിടെയും അവർ ഭഗവാനെ കാണുന്നില്ല. അവർ പിന്നെയും ജന്മജന്മാന്തരങ്ങളായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ അന്വേഷിക്കുകയാണ്. ഇങ്ങനെ ജന്മങ്ങളായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നു. അവർ ഭഗവാൻ എവിടാണെന്നോ അല്ലെ ഭഗവാൻ എന്താണെന്നോ ഒന്നും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈ ബ്രാഹ്മണരുടെ ഭാര്യമാര് എത്രയും വേഗം ഭഗവാനെ വന്ന് കാണുകയാണ്. അവർ വന്ന് കാണുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഭാഗവതത്തിൽ വായിച്ചാൽ നമുക്ക് വളരെ രോമാഞ്ചമുണ്ടാവും. അവരുടെ നേത്രം സഫലമാണെന്ന് അവർക്ക് തോന്നി. കാരണം അവർ നേത്രം കൊണ്ട് കൃഷ്ണനെ അവരുടെ അകത്താക്കി എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കൃഷ്ണഗാത്രത്തെ അവർ നേത്രേണ അകത്താക്കി എന്ന് വെച്ചാൽ എന്തുവാ,
നേത്രം കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കൃഷ്ണന്റെ ഗാത്രത്തെ, ശരീരത്തെ അവർ അകത്താക്കിയെന്ന്. കണ്ണുകൊണ്ട് കണ്ട് 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 അവരുടെ വയറ്റിനുള്ളിൽ, അവരുടെ ശരീരത്തിനുള്ളിൽ, മനസ്സിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ ഭഗവാനെ നിറച്ചു. അവർക്ക് കിട്ടിയ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതകരമായിട്ടുള്ള, അവിസ്മരണീയമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു കണ്ണനെ കാണാൻ കിട്ടിയ ഒരു അവസരം. അതും കണ്ണൻ വന്നു എന്ന് ഇവരറിയുക പോലും ചെയ്യുന്നില്ല. അവരെ കണ്ണനാണ് വിളിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കണ്ണന് അവർ ആഹാരം വിളമ്പി കൊടുക്കുന്നു, ഗോപാലർക്കെല്ലാം വിളമ്പി കൊടുക്കുന്നു. അതിനുശേഷം കണ്ണൻ പറയുന്നു, നിങ്ങൾ അവിടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്യുന്ന ആ യാഗം മുടക്കാൻ പാടില്ല. അവരാണ് ഈ ഭാര്യമാരും കൂടി ചേർന്ന് ആ യാഗം നടത്തുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേഗം തിരിച്ചു ചെല്ലണം എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാനോട് അവർ പറയുന്നു, ഭഗവാനെ, ഞങ്ങൾക്ക് അവിടെ ഇനി പോകണ്ട, ഞങ്ങൾ അങ്ങേ കാണാൻ വേണ്ടി എത്രയോ കാലം കൊണ്ട് എത്രയോ കാത്തിരിക്കുകയാണ്. ആ കാലം മാത്രമല്ല, അവർ ജന്മങ്ങളായി കാത്തിരുന്നവരാകാം. അതവർക്ക് അറിയാൻ വയ്യല്ലോ. അവർ ജന്മജന്മാന്തരങ്ങളായി ഭഗവാനെ കാണാൻ കാത്തിരുന്നവരാണ്. അതുകൊണ്ടാണ് ഭഗവാനാൽ അവരെ എന്നെ വന്ന് കാണൂ, എൻ്റെ അനുഗ്രഹം വാങ്ങൂ, എനിക്ക് നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കൂ, ഞാനത് ഭക്ഷിക്കട്ടെ എന്ന രീതിയിൽ അവരെ വിളിച്ചു വരുത്തി കണ്ടത് കണ്ണൻ. അപ്പോൾ അങ്ങയുടെ പാദസ്പർശനം ഏറ്റിട്ട് അങ്ങയുടെ ആ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കാതെ, ഒന്ന് തൊടാതെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? ഞങ്ങൾക്ക് എവിടെയും പോകണ്ട, ഞങ്ങൾ എങ്ങും പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുകയാണ്, മറ്റെല്ലാം ഉപേക്ഷിച്ച് കൊണ്ട് എന്നെ സേവിപ്പവർക്ക് ഒരിക്കലും വന്നുകൂടാ ജന്മസംസാര ദുഃഖം. ഭക്തിയോടെന്നെ ഭജിക്കുന്നവർക്ക് ആശു മുക്തി കൊടുക്കും, അതിനില്ല സംശയം. എന്നെ കാണുവാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച്, അന്യം ഉപേക്ഷിച്ച് സേവിപ്പവർക്കൊന്നും വന്നുകൂടാ ജന്മസംസാര ദുഃഖവും. എന്നെ എല്ലാം ഉപേക്ഷിച്ച്, ഭർത്താവും മക്കളും കുടുംബവും എല്ലാറ്റിനും ഉപേക്ഷിച്ച്, അതൊന്നുമല്ല എനിക്ക് വലുത്, എനിക്ക് എൻ്റെ ഭഗവാനാണെന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് വരുന്ന വ്യക്തിക്ക് ഭഗവാൻ എന്തു കൊടുക്കും? അവരുടെ ജന്മസംസാര ദുഃഖം മാറ്റിയിട്ട് ഭജിക്കുന്നവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ജന്മമുക്തിയും കൊടുക്കും. ജീവിതത്തിൽ തന്നെ ഈ ജന്മസംസാര ദുഃഖങ്ങളിൽ നിന്ന്, സംസാര ദുഃഖമാണ് നമ്മുടെ ജീവിതത്തെ ദൈനംദിനം വിഷമിപ്പിക്കുന്ന സങ്കടങ്ങളൊക്കെ, അതിൽ നിന്ന് മുക്തിയും ലഭിക്കും. പിന്നെയോ അവർക്ക് പൂർണ്ണമായ മോചനവും പൂർണ്ണമായ സദ്ഗതിയും മരണാനന്തരം കൊടുക്കും. അപ്പോൾ ഇവിടെ ഇഹത്തിലും പരത്തിലും ഭഗവാനെ മറ്റൊരു ചിന്തയില്ലാതെ എന്നെ സേവിക്കുന്നവർക്ക്, എന്നെ പ്രാർത്ഥിക്കുന്നവർക്ക്, എപ്പോഴും എന്നെ സേവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണ്ട. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. പക്ഷേ എല്ലായ്പ്പോഴും ഭഗവത് സേവയിൽ എപ്പോഴും നിരന്തരം ഏർപ്പെടാൻ കഴിയാത്തവരും ഭഗവാനെ അറിയുന്നവരുണ്ടല്ലോ, അവർ ഭഗവാനെ എല്ലാം ഉപേക്ഷിച്ച്, ഭഗവാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഭഗവാൻ എല്ലാം ഉപേക്ഷിച്ച് എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോകാനല്ല പറഞ്ഞത്. എല്ലാറ്റിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും ഭഗവാനാണ് എല്ലാവരെയും നമുക്ക് തന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തെല്ലാം സമ്പത്തും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ നിറവുകളും എല്ലാം തന്നത് ഭഗവാനാണ്. ഞാൻ ചുറ്റിനും കാണുന്ന എനിക്ക് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്നവരല്ല എന്നെ ഇങ്ങനെ നയിക്കുന്നതും എന്നെ നിലനിർത്തുന്നതും. ഭഗവാനാണ് എന്നെ ഈ പരുവത്തിൽ എത്തിച്ചത് എന്ന ഒരു പൂർണ്ണമായ സമർപ്പണം ഏതൊരു വ്യക്തിക്ക് വരുന്നോ അവരുടെ ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് ഞാനവരെ മുക്തരാക്കുമെന്നാണ് വിപ്രപത്നി അനുഗ്രഹ ലീലയിലൂടെ ഭഗവാൻ അവർക്ക് കൊടുത്ത സന്ദേശം. എന്നിട്ടോ ഞങ്ങൾക്ക് അങ്ങയുടെ ശരീരത്തെ സ്പർശിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അവർ പ്രണമിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, ഞാനല്ലേ എല്ലായിടവും നിങ്ങളുടെ ശബ്ദമായി നിൽക്കുന്നത് ഞാനാണ്, നിങ്ങളുടെ ശ്വാസമായി നിൽക്കുന്നത് ഞാനാണ്, നിങ്ങളുടെ ശരീരമായി നിൽക്കുന്നത് ഞാനാണ്, നിങ്ങളിലിരിക്കുന്ന എല്ലാം ഞാൻ തന്നെയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ സ്പർശിക്കണം, എന്നെ അനുഭവിക്കണം, എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് എവിടെയാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങളിലല്ലേ ഞാനിരിക്കുന്നത്. ഞാൻ നിങ്ങളിലുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് എന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സ്പർശനത്തിലൂടെയും ഗന്ധത്തിലൂടെയും രുചിയിലൂടെയും കാതുകളിലൂടെയും ഒക്കെ എന്നെ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയുന്നത് ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട്. ഞാൻ എവിടെയും നിറഞ്ഞു നിൽക്കുകയാണ്. അകവും പുറവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ വിശ്വപ്രകൃതിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്പർശനം എൻ്റെ രൂപത്തിലല്ല. എന്നെ ഒരു രൂപത്തിൽ നിങ്ങൾ കണ്ടതുകൊണ്ടാണ് ആ രൂപത്തെ സ്പർശിച്ചാലേ എനിക്ക് പൂർണ്ണത കിട്ടൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ ഈ രൂപത്തിലല്ല. എൻ്റെ യഥാർത്ഥ മൂലപ്രകൃതി നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഒരു ശക്തിയാണ് ഞാനിപ്പോൾ അനുഭവവേദ്യനായ ഒരു രൂപം, ഒരു കൃഷ്ണസ്വരൂപം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ അനന്തകോടി ശക്തി വിശേഷമായ ആത്മാംശമാണ് ഞാൻ. ആ ആത്മാംശം ആണ് നിങ്ങളും. അപ്പോൾ എൻ്റെ യഥാർത്ഥ രൂപം, എൻ്റെ ആ യഥാർത്ഥത്തിലുള്ള സത്യപ്രകൃതിയായ രൂപം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളാണ്. നിങ്ങളുടെ ഓരോ അണുവിലും ഞാനുണ്ട്. നിങ്ങളുടെ ശ്വാസത്തിലും നിങ്ങളുടെ സംസാരത്തിലും എല്ലാം ഞാനാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ആ ഞാനല്ലേ നമ്മെ നയിക്കുന്ന ബോധം. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഞാനില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ എല്ലായിടവും നോക്കി നടക്കുന്നത്, തേടി അലയുന്നത്? നിങ്ങളിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ ബോധമാണ് ഞാൻ. അത് തിരിച്ചറിയൂ മക്കളെ എന്നാണ് ഭഗവാൻ കുട്ടികളായ നമ്മളോട് പറഞ്ഞു തരുന്നത്. അത് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? അവരെവിടെയും പോകേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ സത്യം മനസ്സിലാക്കിയ യോഗീശ്വരന്മാർ ആരുടെയും ശല്യമില്ലാത്ത ഏകാന്തങ്ങളിലിരുന്ന് അവർ ഭഗവാനെ അനുഭവിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ താനായി നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തെ, ആ അനുഭൂതിയെ രുചിച്ചനുഭവിക്കുകയാണ് അവർ ഏകാന്തങ്ങളിലിരുന്ന്. അത് തിരിച്ചറിയുന്നത് വരെ നമ്മൾ ഓട്ടമോടുകയുള്ളൂ. ക്ഷേത്ര ദർശനങ്ങളിലും തീർത്ഥാടനങ്ങളിലും എല്ലായിടവും നമ്മൾ ഓട്ടമോടുന്നത് ആ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എപ്പോഴാണോ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ സത്യം ഇരിക്കുന്നത്, ആ പ്രപഞ്ച തത്വം നിലനിൽക്കുന്നത് എന്ന് ഒരു വ്യക്തി അറിയുമ്പോൾ അവൻ്റെ അവളുടെ ഓട്ടം നിലയ്ക്കും. അവർ പിന്നെ എങ്ങും ഓടണ്ട. കാരണം ഓടാൻ നമ്മൾ എവിടെയാണോ അന്വേഷിച്ചത് അത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്നുള്ള പരമസത്യം മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ആത്മതത്വത്തെ അന്വേഷിച്ചുള്ള യാത്രയുടെ അവസാന ലക്ഷ്യം. അപ്പോൾ ഇതാണ് ഇന്ന് ഭഗവാൻ എനിക്ക് സംസാരിക്കാൻ തന്നത്. ഞാൻ വിഷ്ണു സഹസ്രനാമ സ്തോത്രം എടുത്തതായിരുന്നു, അതിനെക്കുറിച്ച് വിശദീകരിക്കാം. പക്ഷേ ഭഗവാൻ എന്നോട് പറയുന്നു, ഞാൻ ഭാഗവതം പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സംസാരിക്കൂ എന്ന്. ഭഗവാൻ തരുന്ന നിർദ്ദേശമാണ് ഞാൻ ഓരോ ദിവസവും പാലിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഓരോ നിർദ്ദേശം ഇങ്ങനെ തന്നുകൊണ്ട് എൻ്റെ കണ്ണൻ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വിളയാടുകയാണ്. കണ്ണിൻ്റെ മുന്നിൽ കണ്ണനായി നിൽക്കുന്നതും എൻ്റെ ഉള്ളിൽ ശ്വാസമായിരിക്കുന്നതും ഒരേ ഒരാളെന്നുള്ള തത്വം അറിയാം. എങ്കിലും രൂപങ്ങളിൽ ഭഗവാനെ ആരാധിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചെന്ന് സന്തോഷം പങ്കുവയ്ക്കാനും പരാതി പറയുവാനും കുശലം പറയാനും ഒക്കെ തോന്നും. കണ്ണൻ കുട്ടിയായും മുതിർന്ന ആളായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ രൂപങ്ങളിലിരിക്കുമ്പോൾ, അപ്പോൾ ആ രൂപത്തിലിരിക്കുന്നതും അരൂപത്തിലിരിക്കുന്നതും അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഈ രൂപവും അരൂപവും, രൂപിയായിട്ടിരിക്കുന്നതും ഭഗവാൻ, അരൂപിയായിട്ടിരിക്കുന്നതും ഭഗവാൻ. ഈ രൂപത്തിൽ നിന്ന് അരൂപത്തിലേക്ക് ഞാൻ തന്നെയാണ് അരൂപിയായിട്ട് നിന്റെ ഉള്ളിൽ ബോധമായിട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നിനക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നീ എൻ്റെ രൂപത്തെ ആരാധിക്കണ്ട എന്ന് അർജുനനോട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഗുണഭക്തിയും നിർഗുണഭക്തിയും. നമ്മൾ ഒരു രൂപത്തിൽ ഭഗവാനെ ഗുരുവായൂരപ്പനായിട്ടോ ഓമന കണ്ണനായിട്ടോ അല്ലെ രാധാസമേതനായിട്ടുള്ള രാധാകൃഷ്ണനായിട്ടോ ഒക്കെ അർജുനന് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആ ഗീതാ തത്വങ്ങൾ ഉപദേശിക്കുന്ന പാർത്ഥസാരഥിയായിട്ടോ ഏതെല്ലാം രൂപത്തിൽ മഹാവിഷ്ണു സ്വരൂപനായി ആ പ്രപഞ്ചത്തിൻ്റെ ആ അനന്തകോടി ശക്തിവിശേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനന്തശായിയായ ഭഗവാനായി വിരാട് സ്വരൂപനായി 10,000 കണ്ണുകളും കാതുകളും മുഖങ്ങളും നാവുകളും ഒക്കെയുള്ള ആ വിരാട് സ്വരൂപനായി എങ്ങനെ വേണേലും നമുക്ക് ഭഗവാനെ ആരാധിക്കാം, ഏതു രൂപത്തിലും. പക്ഷേ ആ രൂപത്തിലെല്ലാം അരൂപിയായ എന്നിലിരിക്കുന്ന അനന്ത ശക്തിവിശേഷമാണ് ഭഗവാൻ എന്ന തിരിച്ചറിവ് വരുന്ന സമയത്ത് ഈ രൂപങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിന്ന് അരൂപിയായി സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി ധ്യാന നിമഗ്നനായിരിക്കണം. അവിടെയാണ് നമുക്ക് ഭഗവാനെ രുചിക്കാൻ, സ്വന്തം ഉള്ളിലിരിക്കുന്ന ഭഗവാനെ രുചിക്കാൻ അറിയുന്നത്. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനത്തിൻ്റെ യഥാർത്ഥ
യഥാർത്ഥ സ്വഭാവം അപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനു പകരം നമ്മൾ ധ്യാനത്തിലേക്ക് ഒരു ഭഗവാനെ അറിയണം, അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഭക്തിയിലേക്ക് വരുന്നവർ ധ്യാനത്തിലേക്ക് എടുത്ത് ചാടാനൊന്നും പോകുന്നത് ശരിയല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഭഗവാൻ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. എല്ലാവർക്കും വേണ്ടി, ഭഗവാനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, വൈശാഖ മാസത്തെ പുണ്യം അനുഭവിക്കാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ നരസിംഹമൂർത്തിയുടെ ജന്മദിനമാണ് നാളെ ഞായറാഴ്ച കടന്നു വരുന്നത്. എല്ലാവരും ഏകാദശി കഴിഞ്ഞല്ലോ, ഇന്നും കൂടി വ്രതത്തിലിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അപേക്ഷിക്കുന്നു. നാളെയും നരസിംഹ ജയന്തി ആഘോഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളൊക്കെ ഉണ്ടാവണ്ടേ? എന്താണോ പ്രശ്നം അതെല്ലാം മാറണ്ടേ? ഒന്നാമത് ഒരു യുദ്ധസന്നദ്ധമായ ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉഗ്രം വീരം മഹാവിഷ്ണം ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർനമാമ്യഹം. ഈ മന്ത്രം നമ്മളും നമ്മുടെ തലമുറകളും കുട്ടികളും ഒക്കെ ജപിച്ച് നമുക്ക് ഭയത്തിൽ നിന്നും ശത്രുക്കളുടെ വിനാശത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും മന്ത്രവും നമുക്ക് ഹൃദയത്തിൽ ചേർക്കാൻ പറ്റിയ ഏകമൂർത്തിയും നരസിംഹമൂർത്തി തന്നെയാണ്. ശത്രു സംഹാരകനായി തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഉഗ്രരൂപിയായി ഏതു രൂപത്തിലും ഭക്തനെ രക്ഷിക്കുവാൻ ചാടി വരുന്ന ഭഗവാൻ. ഈ ഒരു അവസരത്തിൽ ഈ നരസിംഹമൂർത്തിയെ നാം പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ കാൽക്കൽ വീഴുന്ന ആ ഒരു സായുജ്യം നമുക്ക് മറ്റെങ്ങും ലഭിക്കുന്നില്ല. അപ്പോൾ ഭഗവാനെയും ആരാധിക്കുക. എല്ലാവരെയും ആ നൃസിംഹമൂർത്തിയായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.